ഖബർ സിയാറത്ത്, പരലോകബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രബലമായ സുന്നത്ത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറു അൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. റവാഹു ഇബ്നു മാജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, തീർച്ചയായും അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കും. ഈ മഹത്തായ കർമ്മം ഇന്ന് ദുരുപയോഗം ചെയ്യപ്പെട്ട കാഴ്ച കേരളത്തിലും പുറത്തുമുള്ള പല മക്ബറകളും സന്ദർശിക്കുമ്പോൾ നമുക്ക് ബോധ്യമാണ്. അതിലൊന്നാണ് ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷയുടെ മക്ബറ. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയാത്ത ഇന്നത്തെ ഖബർ ആരാധന, ഖബർ ഉത്സവ പറമ്പാക്കുന്ന കാഴ്ച, അവിടെ തവാഫ് ചെയ്യുന്നതും പൂവിടുന്നതും, അവിടെ ആരാധനകൾ നിർവഹിച്ച് ഇതര മതസംസ്കാരങ്ങളെ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന പൗരോഹിത്യത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും തിരിച്ചറിയുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ചരിത്രപരമായി യാതൊരു പിൻബലവും ഏർവാടി ശുഹദാക്കൾക്കില്ല. കെട്ടുകഥകളാൽ സ്ഥാപിതമായ ഒരു കേന്ദ്രം എന്നതിലുപരി യാതൊന്നും ഏർവാടി ദർഗയെപ്പറ്റി വിശേഷിപ്പിച്ച് പറയാനുമില്ല. ഇവിടെ മറമാടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഇബ്രാഹിം ബാദുഷ ആരാണ്? ഈ നാമം പോലും പലരുടെയും നിർമ്മിതിയാണെന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. അംഗീകരിക്കപ്പെട്ട ചരിത്ര താളുകളിൽ എവിടെയും ഇബ്രാഹിം ബാദുഷ എന്ന നാമത്തെക്കുറിച്ച് അരവരി പോലും കാണാൻ സാധ്യവുമല്ല. കേരളത്തിനകത്തും പുറത്തുമുള്ള 90% ജാറങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് വെറും മുത്തശ്ശി കഥകളിലൂടെ മാത്രമാണെന്നത് അവിടങ്ങളിലെ പരിപാലകരിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായതാണ്. ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഏർവാടി പോലുള്ള ദർഗകളിൽ നടക്കുന്നത് എന്ന് ഈ ഡോക്യുമെന്ററി കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും തീർച്ച. ഈ ഡോക്യുമെന്ററി പുറത്തിറക്കുമ്പോൾ ഞങ്ങൾ ലക്ഷ്യമായി കാണുന്നത് ഇസ്ലാമിന്റെ പേരിൽ ഖബർ സിയാറത്തിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളെ പുറത്തു കൊണ്ടുവരിക മാത്രമാണ്. വളരെ പ്രതീക്ഷയോടെ ഏർവാടി ദർഗയിലെത്തുന്ന പാമരന്മാരെ കൊണ്ട് ഈ മക്ബറ വ്യവസായികൾ ചെയ്യുന്നത് എത്രമാത്രം ഭീകരമാണ്, അതിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ ഡോക്യുമെന്ററി എന്നത് പ്രേക്ഷകർക്ക് ബോധ്യമാകും തീർച്ച. ഖബർ പൂജയും അതുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും കഠിനമായി വിലക്കിയ മതമാണ് ഇസ്ലാം. തൗഹീദിന്റെ കണ്ടകോടാലിയായ ശിർക്കിന്റെ അതിഭീകരതയാണ് ഖബർ പൂജ എന്നതാണ് ഇതിന് കാരണം. ഇസ്ലാമിന്റെ വിരോധികളും പൌരോഹിത്യ കുടിലതകളുടെ ഉപജ്ഞാതാക്കളുമായ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഖബർ വ്യവസായത്തെയും അതുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങളെയും എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ സിയാറത്ത് കേന്ദ്രങ്ങളെക്കുറിച്ച് അതിശയോക്തിയും കെട്ടുകഥകളും ഇടകലർത്തി മുസ്ലിയാക്കന്മാർ നടത്തുന്ന പ്രചരണങ്ങൾ സാമാന്യ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. ഇസ്ലാം വിരോധിച്ച ഖബർ പൂജയെ വളർത്തുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ ഖബർ പൂജയുടെ പേരിൽ വെല്ലുവിളിക്കുകയും അപഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങളെ മതത്തിന്റെ പേരിൽ സാധൂകരിക്കുവാൻ ശ്രമിക്കുന്ന ഇവർ മുസ്ലിം ജനതയെ വഴിതെറ്റിക്കുന്നതിൽ മത്സരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്നായ ഏർമാടിയെ ചുറ്റിപ്പറ്റി അനേകം ദുരാചാരങ്ങളും ദുർവൃത്തികളും നടമാടുന്നുണ്ട്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഏർവാടിക്കെതിരായി ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളിൽ കടമ്പില്ലെന്നും വിമർശകർ സത്യമറിയാൻ ഏർവാടിയിലെത്തണമെന്നും ഖബർ പൂജയുടെ വക്താക്കൾ വെല്ലുവിളിക്കുന്നു. അടുത്ത കാലത്തായി ഒരു പ്രമുഖ വിഭാഗം സുന്നികൾ പുറത്തിറക്കിയ ദക്ഷിണേന്ത്യൻ ചരിത്ര ഭൂമികളിലൂടെ എന്ന സിഡിയിൽ ഈ വെല്ലുവിളി ആവർത്തിക്കുന്നു. ഏർവാടിയെക്കുറിച്ചുള്ള ആശങ്കകൾ തികച്ചും നിരർത്ഥകമാണ്. സംശയമുള്ളവർ വരട്ടെ, ഏർവാടിയിലേക്ക് വരട്ടെ. ഇത്തരം വെല്ലുവിളികളും നുണക്കഥകളുമാണ് ഏർവാടിയെക്കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്.
നേരിട്ട് നടത്തിയ അന്വേഷണങ്ങളിൽ ഞങ്ങൾ കണ്ടെത്തിയ സത്യങ്ങൾ കെട്ടുകഥകളേക്കാൾ ഭീകരങ്ങളായിരുന്നു. ചൂഷണത്തിന്റെയും തട്ടിപ്പിന്റെയും പച്ചയായ അനിസ്ലാമികതകളുടെയും അനാശാസ്യ തിന്മകളുടെയും വളർത്തുനിലമാണ് ഏർവാടിയെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുമാറ് യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുകയാണ് ഇവിടെ. അന്ധമായ ഖബർ ഭക്തിയുടെ കണ്ണട മാറ്റിവെച്ചു നോക്കിയാൽ സത്യം ആർക്കു മുമ്പിലും വ്യക്തമാകുന്നതാണ്. അറേബ്യയിൽ നിന്ന് ഇസ്ലാം മതപ്രചരണത്തിനെത്തിയ സയ്യിദ് ഇബ്രാഹിം ബാദുഷയും അനുചരന്മാരുമാണ് ഏർവാടിയിൽ മറമാടപ്പെട്ടു കിടക്കുന്ന ശ്രോതാക്കന്മാർ എന്നാണ് തൽപരകക്ഷികൾ പ്രചരിപ്പിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ വ്യക്തമായ ചരിത്രമോ ചരിത്രരേഖകളോ ഈ പ്രചരണത്തിന്